Hi students, in the previous class we learned how to convert an angle given in degree measure into a radian measure. Now we will learn how to change an angle given in radian measure into degree measure. Find the degree measure corresponding to the following radian measure. Question is 6 radians. നമുക്ക് തന്നിട്ടുള്ള റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ 6നെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിൽ പൈക്ക് 22/7 എന്നുള്ള വാല്യൂ കൊടുക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെ വരും 6 × 180 ഡിവൈഡഡ് ബൈ 22/7, ദാറ്റ് ഈസ് 6 × 180 × 7 ഡിവൈഡഡ് ബൈ 22. നിങ്ങൾ ഇനി ഇത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുമ്പോൾ 343.636 എന്ന് വരും. ഇത് ഡിഗ്രിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. പോയിൻറ്റിന് മുമ്പുള്ള 343നെ ഡിഗ്രി ആക്കി എഴുതാം. 0.636 ഡിഗ്രിയാണ്, നമ്മളതിനെ മിനിറ്റ് ആക്കണം. അപ്പോൾ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. 0.636നെ × 60 ചെയ്യുക. അപ്പോൾ 38.16 മിനിറ്റ്സ് എന്ന് കിട്ടും. അതിലും ഇതേപോലെ പോയിൻറ്റിന് മുമ്പുള്ള 38നെ മിനിറ്റ്സ് ആക്കി എഴുതിയിട്ട് 0.16നെ സെക്കൻഡ് ആക്കി എഴുതണം. അപ്പോൾ 0.16 × 60 ചെയ്യുക. അപ്പോൾ 9.6 സെക്കൻഡ്സ് എന്ന് കിട്ടും. അപ്പോൾ നമ്മളതിനെ 10 സെക്കൻഡ്സ് ആക്കി എഴുതാണ്. Therefore 6 radians is equal to 343 degree 38 minutes 10 seconds. Now we will do some more problems. Find the degree measure corresponding to the following radian measures. First one is 11/16. നമുക്കിതിനെ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് പൈക്ക് 22/7 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് 11/16 × 180 ഡിവൈഡഡ് ബൈ 22/7 എന്ന് വരും. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 11 × 180 × 7 ഡിവൈഡഡ് ബൈ 16 × 22. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ്, 39.375 ഡിഗ്രി. അതിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. 39നെ ഡിഗ്രി ആക്കി എഴുതിയിട്ട് 0.375നെ മിനിറ്റ് ആക്കണം. അപ്പോൾ 0.375 × 60 ചെയ്യുക. ദെൻ ഇപ്പോൾ 22.5 മിനിറ്റ്സ് എന്ന് കിട്ടും. അതിൽ 22നെ മാത്രം മിനിറ്റ്സ് ആക്കി എഴുതിയിട്ട് 0.5നെ സെക്കൻഡ്സ് ആക്കി എഴുതണം. അപ്പോൾ 0.5 × 60 ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 30 സെക്കൻഡ്സ്. ദസ് വി ഗെറ്റ് 11/16 ഈസ് ഈക്വൽ ടു 39 ഡിഗ്രി 22 മിനിറ്റ്സ് 30 സെക്കൻഡ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ -4. അപ്പോൾ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മൾട്ടിപ്ലൈ ബൈ 180/π, ദാറ്റ് ഈസ് -4 × 180 ഡിവൈഡഡ് ബൈ 22/7, ദാറ്റ് ഈസ് -4 × 180 × 7 ഡിവൈഡഡ് ബൈ 22. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് -229.091 എന്നാണ്. അതിൽ നമ്മൾ 229നെ ഡിഗ്രി ആക്കി എഴുതുക. 0.091നെ മിനിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് × 60 ചെയ്യുക. അപ്പോൾ 5.46 മിനിറ്റ്സ് എന്ന് കിട്ടും. അതിൽ 5നെ മിനിറ്റ് ആക്കി എഴുതുക, 0.46നെ സെക്കൻഡ്സ് ആക്കി എഴുതണം. അപ്പോൾ 0.46 × 60 ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 28 സെക്കൻഡ്സ്. ദഫോർ -4 is equal to -229 ഡിഗ്രി 5 മിനിറ്റ്സ് 28 സെക്കൻഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. 5π/3 and it is equal to 5π/3 × 180/π. ഇവിടെ പൈയും ക്യാൻസൽ ചെയ്ത് പോവും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 300 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ 7π/6, ദാറ്റ് ഈസ് 7π/6 × 180/π. ഇവിടെ അത് പൈയും ക്യാൻസൽ ചെയ്ത് പോവും. ആൻസർ 210 ഡിഗ്രി. Next example 3. Find the radius of the circle in which a central angle of 60 degree intercepts an arc of length 37.4 cm. Use pi is equal to 22/7. Question ഒന്നുകൂടിയും പറയാം. Find the radius of the circle in which a central angle of 60 degree intercepts an arc of length 37.4 cm. അപ്പോൾ നിങ്ങൾക്ക് ഒരു റഫായിട്ടുള്ള ഫിഗർ വരയ്ക്കാം. ആർക്കിൻ്റെ ലെങ്ത്താണ് 37.4 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് L is equal to 37.4 സെൻറ്റിമീറ്റർ. പിന്നെ ആർക്ക് സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളാണ് 60 ഡിഗ്രി. ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി. ഇനി തീറ്റ നമ്മൾ ഫോർമുലയിൽ യൂസ് ചെയ്യുമ്പോൾ റേഡിയൻസിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ 60 ഡിഗ്രീനെ നമുക്ക് π/3 റേഡിയൻസ് എന്ന് എഴുതാം.
ഇനി റേഡിയസ് ആണല്ലോ കാണേണ്ടത്. അപ്പോൾ r is equal to L by theta and it is equal to 37.4 into 3 by pi എന്ന് വരും. ഇനി പൈക്ക് 22/7 എന്നുള്ള വാല്യൂ കൊടുക്കുക. ദാറ്റ് ഈസ് 37.4 ഇൻറ്റു 3 ഇൻറ്റു 7/22. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുമ്പോൾ ആൻസർ 35.7 സെൻറ്റിമീറ്റർ. ഇതായിരിക്കും റേഡിയസ്. Now we will do example 4. The minute hand of a watch is 1.5 centimeter long. How far does its tip move in 40 minutes? Use pi equal to 3.14. Question ഒന്നുകൂടിയും പറയാം. The minute hand of a watch is 1.5 centimeter long. How far does its tip move in 40 minutes? അപ്പോൾ മിനിറ്റ് ഹാൻഡിൻ്റെ ലെങ്ത്താണ് 1.5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കതിന് റേഡിയസ് ആയിട്ടാണ് ഇവിടെ എടുക്കാൻ പറ്റുക. r is equal to 1.5 സെൻറ്റിമീറ്റർ. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഫാർ ഡസ് ഇറ്റ്സ് ടിപ്പ് മൂവ് ഇൻ 40 മിനിറ്റ്സ് എന്ന്. അപ്പോൾ ടിപ്പ് മൂവ് ചെയ്യണ ലെങ്ത്ത് ചോദിച്ചാൽ ആർക്ക് ലെങ്ത്താണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമുല L is equal to r തീറ്റയാണ്. അതിൽ r തന്നിട്ടുണ്ട്, തീറ്റ കണ്ടുപിടിക്കണം. അത് നമുക്കറിയാം 60 മിനിറ്റ്സിലാണ് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ഉണ്ടാവുക ക്ലോക്കിൽ അല്ലേ. അപ്പോൾ 1 മിനിറ്റിലോ 1/60 ഓഫ് 360 വരും. അപ്പോൾ 40 മിനിറ്റ്സിലോ 40/60 ഓഫ് 360. 40/60 എന്ന് പറഞ്ഞാൽ 2/3 ആണ്. അപ്പോൾ നമുക്ക് തീറ്റ ഇവിടെ എങ്ങനെ എടുക്കാം? 2/3 ഇൻറ്റു 360 എന്ന് എടുക്കാം. ദാറ്റ് ഈസ് 4π/3 റേഡിയൻ. തീറ്റ റേഡിയൻസിലേക്ക് ആക്കണമല്ലോ. അപ്പോൾ 4π/3 റേഡിയൻ എന്ന് വരും. ഇനി L കാണാം. L is equal to r തീറ്റ. ഇറ്റ് ഈസ് ഈക്വൽ ടു 1.5 ഇൻറ്റു 4π/3 ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 2π സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ യൂസ് പൈ ഈസ് ഈക്വൽ ടു 3.14 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വാല്യൂ കൊടുക്കാം. അപ്പോൾ ആൻസർ 6.28 സെൻറ്റിമീറ്റർ. അപ്പോൾ ടിപ്പ് മൂവ്സ് 6.28 സെൻറ്റിമീറ്റർ എന്ന് ആണ് ആൻസർ. Now example 5. If the arcs of the same lengths in two circles subtend angles 65 degree and 110 degree at the center, find the ratio of their radii. ഇവിടെ രണ്ട് സർക്കിൾ ഉണ്ട്. അപ്പോൾ രണ്ട് സർക്കിളിൻ്റെ റേഡിയസ് നമ്മൾ R1 R2 എന്ന് എടുക്കാം. ലെറ്റ് R1 ആൻഡ് R2 ബി ദ റേഡിയൈ ഓഫ് ദ ടു സർക്കിൾസ്. ഇനി ആർക്കിൻ്റെ ലെങ്ത്ത് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് L1 L2 എന്ന് എടുക്കണ്ട, രണ്ടും L ആണ്. ഇനി ആംഗിൾസ് സെൻറ്ററിൽ സബ്ടെൻഡ് ചെയ്യണത് 65 ഡിഗ്രിന്നും 110 ഡിഗ്രിന്നും തന്നിട്ടുണ്ട്. അപ്പോൾ θ1 is equal to 65 ഡിഗ്രി എന്ന് എടുക്കാം. θ2 is equal to 110 ഡിഗ്രി എന്ന് എടുക്കാം. ഇതിൽ തീറ്റ റേഡിയൻസിൽ ആയിരിക്കണം. അപ്പോൾ 65 ഡിഗ്രീനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 13π/36 റേഡിയൻ എന്ന് കിട്ടും. 110 ഡിഗ്രീനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 22π/36 റേഡിയൻ എന്ന് കിട്ടും. ഇനി L സെയിം ആയ കാരണം നമുക്ക് R1 θ1 ഈക്വൽ ടു R2 θ2 എന്ന് എഴുതാം. ഇതിൽ കാണേണ്ടത് റേഷ്യോ ഓഫ് the radii ആണ്. That is we have to find R1/R2. R1/R2 is equal to θ2/θ1 and it is equal to 22π/36 divided by 13π/36 and it is equal to 22/13. Therefore R1 is to R2 equal to 22 is to 13. This is the required ratio. Now we will do problem from exercise. Question number 4. Find the degree measure of the angle subtended at the center of a circle of radius 100 cm by an arc of length 22 cm. നിങ്ങൾക്ക് റഫായിട്ടൊരു ഫിഗർ വരയ്ക്കാം. ഇവിടെ തന്നിട്ടുള്ളത് റേഡിയസ് ഈക്വൽ ടു 100 cm, പിന്നെ ആർക്ക് ലെങ്ത്ത് L is equal to 22 cm. We have to find the degree measure of the ആംഗിൾ സബ്ടെൻഡഡ് അറ്റ് ദ സെൻറ്റർ. അപ്പോൾ തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ ഡിഗ്രി മെഷറിൽ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കുള്ള ഫോമുല ഇതാണ്, L is equal to r theta. Therefore theta equal to L/r and it is equal to 22/100, that is 0.22 radians. Now to convert it into degree, multiply by 180/pi. That is 0.22 into 180 divided by 22/7.
കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. അപ്പോൾ 12.6 എന്ന് വരും. അപ്പോൾ നമ്മളതിൽ 12നെ ഡിഗ്രി ആക്കി എഴുതുക. 0.6നെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 36 എന്ന് വരും. അത് മിനിറ്റ് ആക്കി എഴുതുക. Therefore, required angle is 12 degree 36 minutes. Now question number 5. In a circle of diameter 40 cm, the length of a chord is 20 cm. Find the length of minor arc of the chord. ഇവിടെ തന്നിരിക്കുന്നത് സർക്കിളിൻ്റെ ഡയമീറ്റർ 40 സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പോൾ റേഡിയസ് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. പിന്നെ തന്നിട്ടുള്ളത് ലെങ്ത് ഓഫ് ദ കോഡ്. അപ്പോൾ ഫിഗർ വരയ്ക്കുക. അതിൽ കോഡ് എ ബിയുടെ ലെങ്ത്താണ് 20 സെൻറ്റിമീറ്റർ. ഇനി ഫിഗർ നോക്കുക. ട്രയാങ്കിൾ ഒ എ ബി കാണിച്ചിട്ടുണ്ട്. അതിൽ ഒ എയും ഒ ബിയും റേഡിയസ് ആണ്. അപ്പോൾ രണ്ടിൻ്റെയും ലെങ്ത്ത് 20 ആണ്. പിന്നെ ലെങ്ത് ഓഫ് ദ കോഡ് എ ബി 20 ആണ് തന്നിട്ടുണ്ട്. Therefore, triangle ABO is an equilateral triangle. അപ്പോൾ ഓരോ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് എടുക്കാം. ഇനി 60 ഡിഗ്രീനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ π/3 റേഡിയൻസ്. Now we will find the length of the minor arc. മൈനർ ആർക്ക് എന്ന് പറഞ്ഞാൽ 2 ആർക്കാണ് അവിടെ ഉള്ളത്. അതിലെ ലെങ്ത്ത് കുറഞ്ഞ ആർക്കിനെയാണ് മൈനർ ആർക്ക് എന്ന് പറയുന്നത്. അത് കാണാൻ L is equal to r theta എടുക്കുക. ആൻഡ് ഇറ്റ് is equal to 20 into π/3. that is 20 π/3. ഇതാണ് ആൻസർ. Next question number 7. Find the angle in radian through which a pendulum swings if its length is 75 cm and the tip describes an arc of length 21 cm. അപ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, പെൻഡുലം സ്വിങ് ചെയ്യാണ്. ഒരു റഫായിട്ടുള്ളൊരു ഫിഗർ വരയ്ക്കാം. പെൻഡുലത്തിൻ്റെ ലെങ്ത്താണ് 75 സെൻറ്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റേഡിയസ് 6 ആയിരിക്കും 75 സെൻറ്റിമീറ്റർ. ഇനി ടിപ്പ് ഡിസ്ക്രൈബ് ചെയ്യണ ആർക്കിൻ്റെ ലെങ്ത്താണ് 21 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ L ആർക്ക് ലെങ്ത്താണ് 21 സെൻറ്റിമീറ്റർ. Now we have the formula L is equal to r theta. Here we have to find angle theta. Therefore theta equal to L by r, that is 21/75, which is equal to 7/25 radians. So that's all for today. Study well, do the homework. Okay, thank you.